മാംഗല്യം. എന്തുകൊണ്ടാണ് ജാനി പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തത് എന്നു മനസ്സിലാവാതിരുന്ന മിതു പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയത് ഒരാളനക്കം അറിഞ്ഞതുകൊണ്ടാണ്. എന്നാൽ പിന്നിലവൾ കാണുന്നത് ജഗനെയാണ്. പെട്ടെന്ന് തന്നെ ഒരു ഞെട്ടലോടെ മിതു ചാടി എണീറ്റു. ഏട്ടാ, ജഗനെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ മിതുവിന്റെ ശബ്ദം ചെറുതായി ഇടറി തുടങ്ങിയിരുന്നു. പഠിക്കാനൊന്നുമില്ലേ നിനക്ക്? പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ ഗൗരവത്തോടെ ജഗൻ ചോദിച്ചു. ഉണ്ട്. ജഗന്റെ മുഖത്തേക്ക് നോക്കാതെ മുഖം കുനിച്ചു പിടിച്ചുകൊണ്ടാണ് മിതു മറുപടി പറഞ്ഞത്. എന്നിട്ട് ഫോണിന്നിരിക്കുവാണോ? നോക്കിയിരിക്കുവാണോ ചെയ്യുന്നത്? പോയിരുന്ന് പഠിക്കാൻ നോക്ക്. പഠിക്കാനുള്ള സമയത്ത് പഠിക്കണം, അല്ലാതെ മറ്റു പരിപാടികൾക്ക് നടക്കരുത്. താക്കിയതുപോലെ അവളോട് അത്രയും പറഞ്ഞുകൊണ്ട് അവന്റെ റൂമിലേക്ക് കയറിപ്പോയി ജഗൻ. മിതു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. അപ്പോഴേക്കും അവളുടെ ഫോണിലേക്ക് ജാനിയുടെ വക മെസ്സേജ് വരുന്നുണ്ട്. നിന്റെ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല ജാനി, കുഴപ്പമൊന്നുമില്ല. മിതുവിന്റെ ഏട്ടനെ ബൈക്കിൽ കണ്ടതുകൊണ്ടാണോ നീ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തത്? ജാനി ഫോൺ കട്ട് ചെയ്തത് മനസ്സിലാക്കി അഭി ചോദിച്ചു. അതൊന്നുമല്ല, ഞാൻ വെറുതെ. പോലീസ് ഏമാനിനി നമ്മളെ കണ്ടിട്ട് അവള് പഠിക്കേണ്ട സമയത്ത് ആരെങ്കിലും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുവാണെന്ന് കരുതി അവളെ വെറുതെ വഴക്ക് പറയണ്ട, അത് വെച്ച് ഞാൻ കട്ട് ചെയ്തതാ. ഒരുവിധം പറഞ്ഞൊപ്പിച്ചു ജാനി. ശേഷം ജാനി ബാഗിൽ നിന്നും 10,000-ന്റെ 2 കെട്ടുകൾ എടുത്ത് അബിയുടെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. അവർ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. വേണ്ട വേണ്ട, പൈസയൊന്നും വേണ്ട മോളെ. രമ പിന്നോട്ട് മാറി. ഇതിരിക്കട്ടമ്മേ, ആവശ്യങ്ങൾ ഒരുപാട് വരും, ഹോസ്പിറ്റലല്ലേ. ജാനി പറഞ്ഞിട്ടും അവർ ആ പണം വാങ്ങിയില്ല. അവൾ ദയനീയതയോടെ അബിയുടെ മുഖത്തേക്ക് നോക്കി. അവിടെ പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നുമില്ല. നിങ്ങളുടെ സ്വന്തം മകൾ തരുന്ന പോലെ കരുതിയാൽ മതി, അതോ ഞാൻ അമ്മയ്ക്ക് അന്യാണോ? താഴ്മയോട് ജാനി ചോദിച്ചു. വേണ്ട മോളെ, ഇപ്പം തന്നെ ഒരുപാട് പൈസ മോൾ ഇവന് വേണ്ടി ചിലവാക്കി. അതുപോലെ മിതുവും. അതൊക്കെ എങ്ങനെ തന്നു തീർക്കുമെന്ന് പോലും അറിയാതിരിക്കുമ്പോഴാ ഇനിയും പണം. രമ പറഞ്ഞു. അങ്ങനൊന്നും പറയരുത്. ഈ പൈസ തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ തരുന്നത്. അഭി എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കണം, പഴയ പോലെ എഴുന്നേറ്റ് നടക്കണം, കോളേജിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. അതിനൊക്കെ വേണ്ടിയാണ് ഈ പണം. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം നടക്കണ്ടേ? അച്ഛനും കൂടി ജോലിക്ക് പോകാതെ ഇവിടെ നിൽക്കുമല്ലേ, എല്ലാത്തിനും പണം വേണ്ടേ? അച്ഛൻ അടുത്ത ദിവസം മുതൽ പോകാനാണ് മോളെ. എന്തായാലും ഇവനെ റൂമിലേക്ക് മാറ്റിയല്ലോ. തൽക്കാലം അച്ഛനോട് കുറച്ച് ദിവസം ജോലിക്ക് പോകണ്ടെന്ന് പറയും. അബിയുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതും പറഞ്ഞുകൊണ്ട് ജാനി അവരെ രണ്ടാളെയും മാറി മാറി നോക്കി. എല്ലാം കേട്ടിട്ട് വല്ലാത്ത സങ്കടമായിരുന്നു രമയ്ക്ക്. ഇവൻ പഴയ പോലെ എഴുന്നേറ്റ് നടന്ന് എക്സാം ഒക്കെ കഴിഞ്ഞ് അവന്റെ ആഗ്രഹം പോലെ അവൻ വലിയൊരു IAS ഉദ്യോഗസ്ഥനായി കഴിയുമ്പോൾ അവന്റെ മുമ്പിൽ ഒന്നുമില്ലാതെ വരുന്ന കുറേ അധികം ആളുകളുണ്ടാവില്ലേ? അവരെ അവൻ കൈയയച്ച് സഹായിച്ചാൽ മതി. ജാനി അങ്ങനെ പറഞ്ഞപ്പോൾ രമയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. മോളെ എന്നൊരു വിളിയോടെ അവർ അവളെ ഇറക്കി പുണർന്നു. എന്തെന്നറിയാതെ ജാനിയുടെ കണ്ണുകൾ നനഞ്ഞു. അബിയുടെ മിഴികളിലും വല്ലാത്തൊരു നീർത്തിളക്കം. ആദ്യമായിട്ടാണ് ഇത്രയും നിസ്വാർത്ഥമായ സ്നേഹമൊക്കെ ജാനിക്ക് ലഭിക്കുന്നത്. ചിലപ്പോൾ ആദ്യമായി അത് അനുഭവിക്കുന്നതിന്റെ ഫലമാകും തന്റെ കണ്ണുകൾ ഇടതടവില്ലാതെ നിറയുന്നതെന്ന് അവൾ ഓർത്തുപോയി. യാത്ര പറഞ്ഞ് പെട്ടെന്ന് തന്നെ ജാനി പുറത്തേക്ക് ഇറങ്ങി. ഹോസ്പിറ്റലിലെ ബാത്റൂമിൽ പോയി കറുത്ത പർദ്ദയും ഇട്ടുകൊണ്ട് പതിവ് പോലെ ഹോസ്റ്റലിലേക്ക് പോയി. ഹോസ്റ്റലിന്റെ അകത്ത് കയറിയതും അവൾക്ക് അല്പം ആശ്വാസം തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, പ്രതീക്ഷിച്ച പോലെ സ്റ്റീഫന്റെ വണ്ടി ഹോസ്റ്റലിന്റെ മുമ്പിലില്ല. എന്നാൽ സ്റ്റീഫനും അതേസമയം ജയന്റെ വീട്ടിൽ ജയന്റെയും മാനസിയുടെയും ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലും സഹിക്കാൻ വയ്യാതെ മുഖം കുനിച്ച് നിൽക്കുകയാണ്. അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ അതൊന്നും പ്രകടിപ്പിക്കാൻ കഴിയില്ല. കാരണം ജയന്റെയും മാനസിയുടെയും സ്വാധീനം അവന് നന്നായിട്ടറിയാം. തലയ്ക്ക് മുകളിൽ വളർന്നെന്ന് മനസ്സിലാക്കിയാൽ വേരോടെ പിഴുതെറിയാൻ ജയനെ രണ്ടാമതൊന്നും ആലോചിക്കട്ട. അതുകൊണ്ട് മാത്രം സ്റ്റീഫൻ സംയമനം പാലിച്ചു. മാഡം, ഞങ്ങൾ പരമാവധി അന്വേഷിച്ചതാണ് ചാൻവിയെ. അറിയില്ല അവൾ ഞങ്ങളുടെ കണ്ണുവിട്ട് ചെവിടെയാണ് പോയിരിക്കുന്നതെന്ന്. ഒരു രാത്രിയും പകലും ഞങ്ങൾ അവളുടെ ഹോസ്റ്റലിന്റെ മുമ്പിൽ കാത്തുകിടന്നു. അവൾ ആ ഹോസ്റ്റലിലുണ്ടെങ്കിൽ ഉറപ്പായും ഇന്നത്തെ ദിവസം പുറത്തേക്ക് ഇറങ്ങേണ്ടതായിരുന്നു. ഞങ്ങൾ അതുവഴി പോകുന്ന ഓരോ കുട്ടികളെയും നോക്കിക്കൊണ്ടാണ് അവിടെ നിന്നത്. 100% ഉറപ്പാണ്.
അവൾ ആ ഹോസ്റ്റലിൽ ഇല്ലെന്നുള്ളത്. ജാനി ഇപ്പോൾ കയ്യിലേക്ക് കിട്ടിയാൽ അവളെ എന്തൊക്കെ ചെയ്യുന്നു പോലും നിശ്ചയമില്ല മാനസിക്ക്. അത്രമാത്രം ദേഷ്യമൊന്ന് പൊതിയുന്നുണ്ട്. ഒന്ന് വിരൽ നടിച്ചാൽ പോലീസ് ആ നിമിഷം വന്നെത്തി എവിടെയാണെങ്കിലും പുഷ്പം പോലെ പൊക്കിക്കൊണ്ടുവരും. അത് മാനസിക്കും ജയനും നന്നായിട്ട് അറിയുകയും ചെയ്യാം. എന്നാൽ അവളുടെ വിവാഹം വരെ തീരുമാനിച്ചു വെച്ച സമയത്ത് ഇപ്പൊ പോലീസിൽ അറിയിക്കുന്നത് മണ്ടത്തരമാണ് താനും. വൈഭവിന്റെ അങ്കിളാണ് സിറ്റി പോലീസ് കമ്മീഷണർ. ഒരു പെൺകുട്ടിയെ കാണാതെയെന്നും അത് ജാൻവിയാണെന്നും അറിഞ്ഞാൽ വൈഭവിന്റെ കാതുകളിലേക്ക് ഈ വാർത്തയെത്താൻ അധികം നേരം വേണ്ട. അതുകൊണ്ട് തന്നെ കരുതിക്കൂട്ടിയാണ് മാനസിയും ജയനും ഓരോ ചുവടും വെക്കുന്നത്. ജയൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പക്ഷെ അയാളുടെ മൗനത്തെയാണ് കൂടുതൽ ഭയക്കേണ്ടതെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് എന്തും കേൾക്കാൻ ബാധ്യസ്ഥനായി നിൽക്കുവാണ് സ്റ്റീഫൻ. അന്ന് രാത്രി ജാൻവി എന്തോ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നു. എന്തൊക്കെയാണ് താൻ കണ്ടത് എന്നൊന്നും അവൾക്ക് വ്യക്തതയില്ല. എന്നാലും കുറേ ആൾക്കൂട്ടത്തിന്റെ ഇടയിലിരുന്ന് അവൾ കരയുന്നതായിട്ടായിരുന്നു ആ സ്വപ്നം. അതിനുശേഷം അവൾക്ക് ആ രാത്രിയിൽ ഉറങ്ങാൻ സാധിച്ചില്ല. എന്തൊക്കെയോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നുവെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു. പിറ്റേന്ന് കോളേജിലേക്ക് പോകാൻ തയ്യാറായി ഇറങ്ങുന്ന ജാനിയുടെ ഫോണിലേക്ക് വന്നത് ഒരു ദുഃഖവാർത്തയാണ്. മറ്റൊന്നുമല്ല, അവളുടെ അച്ഛമ്മ അവളെ എന്നേക്കുമായി വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു. കേട്ട വാർത്തയുടെ ദുഃഖം താങ്ങാനാവാതെ ജാനി മിഴികൾ ഇറുക്കിയടിച്ചു. എന്ത് ചെയ്യണമെന്ന് അവൾക്ക് യാതൊരു നിശ്ചയവുമില്ല. അച്ഛമ്മയെ അവസാനമായിട്ടൊന്ന് കാണണമെന്നുണ്ട്. അതിന്റെ പേരിൽ ആ വീട്ടിലേക്ക് പോയാൽ ഇനി തനിക്കൊരിക്കലും ഒരു തിരിച്ചുവരവുണ്ടാവില്ല. എന്നേക്കുമായി ആ വീട്ടിൽ അകപ്പെട്ടു പോകും. അച്ഛമ്മയ്ക്ക് എന്തുകൊണ്ടാകും ഇത്ര പെട്ടെന്ന് വയ്യായിക വന്നത്? അച്ഛമ്മയുടെ ഹോം നേഴ്സാണ് അവർ മരണപ്പെട്ട വിവരം അവളെ വിളിച്ചറിയിച്ചത്. പെട്ടെന്ന് ആ വാർത്ത കേട്ടതിന്റെ ഞെട്ടലിൽ അവൾക്ക് അവരോട് അങ്ങോട്ട് ഒന്നും ചോദിച്ചില്ല. പെട്ടെന്ന് തന്നെ ജാനി അവരുടെ ഫോണിലേക്ക് തിരികെ വിളിച്ചു. അവർക്ക് നന്നായി അറിയാവുന്നതാണ് ആ വീട്ടിൽ ജാനി നേരിടുന്ന പ്രശ്നങ്ങളും അവരുടെ വിഷമങ്ങളും. അതുകൊണ്ടാണ് ആരും അറിയാതെ ആ വാർത്ത ജാനിയെ അറിയിച്ചത്. ചേച്ചി, അച്ഛമ്മയ്ക്ക് പെട്ടെന്ന് എന്താ പറ്റിയത്? അങ്ങനെ വയ്യായിക്കൊന്നും ഇല്ലായിരുന്നല്ലോ. എനിക്കറിയില്ല മോളെ. ഇന്നലെ മാനസിമയുടെ എന്നോട് പറഞ്ഞു വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ലീവിന് പോയിക്കോളാന്. അമ്മയെ അവർ നോക്കിക്കോളാന്നും പറഞ്ഞു. ആ വാക്ക് വിശ്വസിച്ചാ ഞാൻ പോയത്. തിരികെ വരുമ്പോ മോളുടെ അച്ഛമ്മയ്ക്ക് ഒട്ടും വയ്യ. ശ്വാസം എടുക്കാനൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ട്. ഞാൻ മാക്സിമം തന്നെ മേഡത്തെ പെട്ടെന്ന് അറിയിച്ചു. ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷെ രക്ഷിക്കാനായില്ല. ഡോക്ടർ പറഞ്ഞത് ഹൃദയാഘാതമാണെന്നാണ്. ചെവിയോരം ചേർത്ത് പിടിച്ച ഫോൺ കൈവഴുത്തി നിലത്തേക്ക് വീണുപോയി. ജാനി ഒപ്പം നിലത്തേക്കിരുന്നു. ജാനി പെട്ടെന്ന് ഫോണെടുത്ത് മിഥുവിനെ വിളിച്ചു. നീ എന്താ ജാനി ഇത്ര രാവിലെ? സാധാരണ ഈ സമയത്ത് ജാനിയിൽ നിന്ന് ഇതിനു മുമ്പ് കോളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് മിഥു ഒരു സംശയത്തോടെ അവളോട് ചോദിച്ചു. മിഥു, എന്റെ അച്ഛമ്മ പോയി. ജാനി അത് പറയുമ്പോൾ മിഥു ഒരു നിമിഷം കരഞ്ഞുപോയി. കാര്യം അവൾക്കറിയാവുന്നതാണ്. ജാനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് അവളുടെ അച്ഛമ്മയെന്ന്. പലപ്പോഴും അവളുടെ അമ്മ മാനസി അവളെ ഭീഷണിപ്പെടുത്തുന്നത് പോലും അച്ഛമ്മയെ കൊന്നുകളയുന്ന പേരിലാണ്. പക്ഷെ അവളുടെ അച്ഛൻ ജയന് ഇതേപ്പറ്റി വലിയ ധാരണയില്ല. എങ്ങനെയാ ജാനി അച്ഛമ്മ ഇത്ര പെട്ടെന്ന്? അച്ഛമ്മയ്ക്ക് എന്തു പറ്റി? ചോദിക്കുമ്പോൾ മിഥുവിന്റെ വാക്കുകളിൽ അവിശ്വസനീയത നിറഞ്ഞു. എനിക്കൊന്നും അറിയില്ല. രാവിലെ ഹോം നേഴ്സ് ചേച്ചിയാണ് എന്നെ വിളിച്ച് കാര്യം പറഞ്ഞത്. ഇന്നലെ അവർ വീട്ടിലില്ലായിരുന്നു. അവർ ലീവായിരുന്നു. അതും അമ്മ അവരോട് ചെന്ന് പറഞ്ഞു ലീവ് എടുത്തോളാനെന്ന്. ജാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ മിഥു കയറി സംസാരിച്ചു തുടങ്ങി. ഇനി നിന്റെ അമ്മ നിന്നെ വീട്ടിലേക്ക് വരുത്താൻ വേണ്ടി മനഃപൂർവ്വം ഇല്ലാതാക്കിയതും ആകുമോ നിന്റെ അച്ഛമ്മേ? മിഥു, ജാനിയുടെ ശബ്ദം ഉയർന്നു പോയി. നിസ്സഹായത നിറഞ്ഞൊരു തേങ്ങ അവളുടെ തൊണ്ടക്കുഴി വരെ വന്ന് എത്തി നിന്നു. മിഥു പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ ത്രാണിയില്ലാതെ ജാനി മുഖം പൊത്തി കരഞ്ഞു. അച്ഛമ്മയുടെ ഹോം നേഴ്സിന്റെ ഫോൺ പിന്നെയും അവളെ തേടിയെത്തി. മോളെ, ഇന്ന് വൈകിട്ട് 3 മണിക്കാവും അച്ഛമ്മയുടെ അന്ത്യകർമ്മങ്ങൾ. മോള് വരുമോ? അവസാനമായിട്ട് മോളെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. 2 ദിവസമായി സ്ഥിരം വാതിലിൻ്റെ അവിടേക്ക് നോക്കിക്കിടക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നത് മോളെ പ്രതീക്ഷിച്ചാണ് ആ കിടപ്പെന്ന്. അവരുടെ വാക്കുകളിൽ
അവളുടെ മിഴികൾ വീണ്ടും നിറഞ്ഞൊഴുകി. ജാനി, നീ എന്തായാലും കോളേജിലേക്ക് വാ. അവിടെ വന്നിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാം. മിതു വന്നപ്പോ കരഞ്ഞ മുഖവുമായി ജാനി അവിടേക്ക് വന്നു. വാർത്തയുടെ ഉള്ളിൽ കൂടി ജാനിയുടെ കലങ്ങിയ കണ്ണുകൾ കണ്ട മിതുവിന് ഒരു നിമിഷം അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാതായിപ്പോയി. ജാനി, നീ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? എന്താ നിന്റെ പ്ലാന്? എനിക്കെന്തായാലും വീട്ടിലേക്ക് പോകണം. അവസാനമായി അച്ഛമ്മ ഒരു നോക്ക് കാണണം. അത് പറയുമ്പോൾ അവളെ തടയാനും കഴിയില്ല. പക്ഷെ വീട്ടിൽ കയറിയ നീ എങ്ങനെ ഇറങ്ങി വരും? ജാനി അപ്പോഴാണ് അതേക്കുറിച്ച് ആലോചിക്കുന്നത്. അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇതൊന്നും എന്തെന്നില്ലാത്ത പേടി. മരണവീടല്ലേ, ഒരുപാട് ആളുകളുണ്ടാകും. അവരുടെ ഒന്നും മുമ്പിൽ വെച്ച് എന്തായാലും അച്ഛനും അമ്മയും വഴക്കിന് വരില്ല. അച്ഛമ്മ ഒരു നോക്ക് കണ്ട് അവരുടെ കണ്ണു വെട്ടിച്ച് ഞാൻ എങ്ങനെയെങ്കിലും പുറത്തു ചാടാം. അച്ഛമ്മയുടെ കർമ്മങ്ങൾ 3 മണിക്കാണെന്ന് ഹോം നേഴ്സ് വിളിച്ചു പറഞ്ഞു. അതനുസരിച്ച് ജാനി വൈകുന്നേരം വരെ ക്ലാസ്സിൽ നിന്നില്ല. ഉച്ചയായപ്പോൾ തന്നെ ആരും അറിയാതെ ക്ലാസ്സിൽ നിന്നിറങ്ങി. മിഥുവിന് വരണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. എങ്കിൽ പോലും അങ്ങനെ ചെയ്താൽ ഉറപ്പായും അത് അവളുടെ ഏട്ടനറിയും. അതുകൊണ്ട് തന്നെ അവൾ അങ്ങനെയൊരു സാഹസത്തിന് നിന്നില്ല. ജാനി, ഫോൺ എപ്പോഴും അടുത്ത് തന്നെ വെക്കണേ. എന്തു പ്രശ്നമുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം. ഒരുപാട് ആളുകളുണ്ടാകും. അതുകൊണ്ട് നേരിട്ടൊരാക്രമണം അവരുടെ ഭാഗത്തുനിന്നും നിന്റെ നേരെ ഉണ്ടാവില്ല. കോളേജിന് മുൻപിൽ നിന്നും ഒരു ഓട്ടോ വിളിച്ച് ജാൻവി ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അവിടുന്ന് തന്നെ വീട്ടിലേക്കുള്ള ബസ്സിൽ കയറി. ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി അവൾ വീട്ടിലേക്ക് വേഗത്തിൽ നടന്നു. സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം 2 മിനിറ്റ് ദൂരമേ ഉള്ളൂ അവളുടെ വീട്ടിലേക്ക്. വീട്ടിലേക്ക് പോകാനായി ഇറങ്ങിത്തിരിച്ച സമയം മുതൽ അവളുടെ ഉള്ളിൽ ആരോ അവിടേക്ക് പോകരുതെന്ന് മന്ത്രിക്കുന്നുണ്ട്. പക്ഷെ അവസാനമായി അച്ഛമ്മയെ ഒന്ന് കാണണം. അത് കഴിഞ്ഞില്ലെങ്കിൽ തനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. മാത്രമല്ല, ആ ദുഃഖത്തിൽ നിന്നും ഒരിക്കലും തനിക്ക് കരകയറാനാവില്ല എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവൾ ഇത്രയും റിസ്ക് എടുത്ത് വീണ്ടും വീട്ടിലേക്ക് തിരികെ പോകാനുള്ള തീരുമാനത്തിലെത്തിയത്. ചെറിയ പ്രായത്തിൽ അമ്മയും അച്ഛനും തൻ്റെ കാര്യങ്ങളും ഒന്നും തന്നെ അന്വേഷിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ അച്ഛമ്മയുടെയും അച്ഛച്ചൻ്റെയും കൂടെ അവരുടെ മകളായിട്ടാണ് താൻ വളർന്നത്. കൊച്ചുമകൾ എന്നതിനേക്കാൾ ഉപരി മകളെപ്പോലെ കണ്ട് സ്നേഹിച്ചു. പക്ഷെ അവർക്കായി നല്ല കുറച്ച് നിമിഷങ്ങൾ പോലും തിരികെ നിൽക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന ഓർമ്മയിൽ ജാനിയുടെ ഉള്ളിൽ നീറിപ്പുകഞ്ഞു. വീട്ടിലേക്കുള്ള വഴിയിലേക്ക് അവൾ തിരിഞ്ഞിട്ടും അസാധാരണമായി ഒന്നും തന്നെ തോന്നിയില്ല. മരണവീടാണെങ്കിൽ ഉറപ്പായും ഒരാൾക്കൂട്ടമൊക്കെ അവൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. അവൾക്ക് അപകടം മണത്തു. വേഗം തന്നെ അവൾ ബസ് സ്റ്റോപ്പിലേക്ക് തിരിഞ്ഞോടാൻ ശ്രമിച്ചു. പക്ഷെ അതിനു മുമ്പ് മാനസിയുടെ ആളുകൾ അവളെ വളഞ്ഞു കഴിഞ്ഞു. താൻ ചതിക്കപ്പെട്ടു എന്ന സത്യം ജാൻവി മനസ്സിലാക്കിയത് അപ്പോഴാണ്. ഫോണെടുത്ത് മിഥുവിനെ വിളിക്കാൻ ആദ്യം അവൾ ശ്രമിച്ചെങ്കിലും പിന്നീട് ആ ഉദ്യമം അവൾ ഉപേക്ഷിച്ചു. വാടി ഇവിടെ. സ്റ്റീഫന്റെ ശിങ്കിടികൾ അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു. അവളെ വലിച്ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. 2 ദിവസം തങ്ങൾ ഈ നഗരം മുഴുവൻ വട്ടം ചുറ്റിച്ചതിൻ്റെ ദേഷ്യം മുഴുവൻ ആ പിടുത്തത്തിലുണ്ടായിരുന്നു. ജാനിക്ക് തൻ്റെ കൈ പറഞ്ഞു പോകും പോലെ വേദനിച്ചു. തങ്ങളുടെ പുതിയ ഐഡിയ വിജയിച്ചതിൻ്റെ സന്തോഷത്തിൽ ഉമ്മർപ്പടിയിൽ തന്നെ മാനസികം ചെയ്യുന്ന നിൽപ്പുണ്ട്. സ്റ്റീഫൻ ജാനിയെ മാനസിക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. കരണം പുകച്ചൊരടി പ്രദേശിച്ച് ജാനി മിഴികൾ ഇറക്കിയടിച്ചു. പക്ഷെ നിമി നേരത്തിന് ശേഷം അങ്ങനെയൊരു നീക്കം മാനസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത കൊണ്ട് പതിയെ കണ്ണുകൾ തുറന്നു ജാൻവി. അകത്തേക്ക് കയറിപ്പോ. ഇനി നീ പുറം ലോകം കാണുന്നത് വൈഭവുമായിട്ടുള്ള വിവാഹത്തിൻ്റെ അന്നായിരിക്കും. അവൾ ഒന്നും മിണ്ടിയില്ല. അല്ലെങ്കിൽ തന്നെ താനിനി എന്തു പറയാനാണ്? മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ അച്ചമ്മയുടെ റൂമിലേക്ക് നീണ്ടു. അച്ചമ്മയുടെ അരികിൽ തന്നെ നിൽക്കുന്ന ഹോം നേഴ്സിനെ രൂക്ഷമായി ഒന്ന് നോക്കിയവൾ. പെട്ടെന്ന് തന്നെ അവർ മുഖം കുനിച്ചു. നിങ്ങളും ഒരു സ്ത്രീയല്ലേ? നാണമുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞ് എന്നെ ഈ വീട്ടിലേക്ക് വരുത്താൻ മാനസികമായിട്ട് നിങ്ങൾക്ക് എത്ര തന്നു? നിങ്ങളെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതാ. എന്നോട് തന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. അത്രയും പറഞ്ഞ് അവരുടെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാണ്ട് നേരെ അച്ചമ്മയുടെ അടുത്തേക്ക് ചെന്ന് ജാനി. അവരുടെ മുടിയിഴയിലൂടെ അരുമയെ ഒന്ന് തഴുകി നെറ്റിയിലൊരു മുത്തം നൽകിക്കൊണ്ട് അവളുടെ റൂമിലേക്ക് പോയി. വീണ്ടും ശ്വാസം മുട്ടി തുടങ്ങിയിരിക്കുന്നു.
ആ ഹോസ്റ്റലിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ മെഡിക്കൽ കോളേജിലെ ഇടനാഴികളിൽ നിന്നൊക്കെ തനിക്ക് കിട്ടിയിരുന്ന ശുദ്ധവായു ഇവിടെ ഇല്ലല്ലോ എന്ന് അവൾ വ്യതയോടെ ഓർത്തു. എവിടെ നിന്നാണ് താൻ ഓടി രക്ഷപ്പെടാൻ ആഗ്രഹിച്ചത്? ഒടുക്കം അവിടെ തന്നെ വീണ്ടും വന്ന് പെട്ടിരിക്കുന്നു. പലപ്പോഴും തൻ്റെ ഇമോഷൻസാണ് തന്നെ കുഴിയിൽ ചാടിച്ചത്. ഇത്തവണയും അത് വെച്ച് തന്നെയാണ് അമ്മ കളിച്ചത്. മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണ് താൻ ഉള്ളതെങ്കിലും ഉറപ്പായും ഇവിടെ എത്തുമെന്ന് അവർക്കറിയാം. അവരുടെ വിശ്വാസം അത് തന്നെ സംഭവിച്ചു. വേദനയോടെ ജാനി ഓർത്തു. അല്പനേരത്തിനിപ്പുറമാണ് തൻ്റെ റൂമിൻ്റെ അടുത്ത് ജാനിക്ക് ആരുടെയോ കാൽപെരുമാറ്റം തോന്നിയത്. അവൾ മുഖമുയർത്തി നോക്കിയപ്പോൾ സംഹാര രുദ്രയെപ്പോലെ അകത്തേക്ക് കയറി വരുന്ന മാനസികയാണ് കണ്ടത്. നീ എന്താടി വിചാരിച്ചത്? എന്നെയും നിന്റെ അച്ഛനെയൊക്കെ വിഡ്ഢികളാക്കി ആ ചെക്കൻ്റെ കൂടെ പോയി പോർക്കാന്നോ? അങ്ങനെയുള്ള വ്യാമോഹങ്ങളൊക്കെ എൻ്റെ മോളങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. നിന്നെ വൈഭവിൻ്റെ കൂടെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഞാനും നിന്റെ അച്ഛനും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ നടക്കും. അതേ നടക്കൂ. അതുകൊണ്ട് ഇനിയും ഒരുപാട് നാടകം കളിക്കാൻ നിനക്ക് വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ നിന്നെ എന്ത് കള്ളം പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വരുത്തിച്ചതെന്നറിയാലോ. അതങ്ങ് സത്യമൊക്കെ കളയും ഞാൻ. നിന്റെ അച്ഛമ്മ എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറയും. ജയൻ കേൾക്കാതെ ജാനിയുടെ അടുത്തേക്ക് അല്പം കുനിഞ്ഞു നിന്നുകൊണ്ടാണ് മാനസി അത് പറഞ്ഞത്. പിന്നെ നിന്റെ ചെക്കനില്ലേ, ആ കോളനി ചെക്കൻ, അവനെ തല്ലിച്ചതച്ച് ആവിധമാക്കിയത് ഞങ്ങളുടെ ആണ്. ഇനി അവനെ ജീവനോടെ കാണണമെങ്കിൽ ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് അനുസരിക്കേണ്ടി വരും. നീ വൈഭവിൻ്റെ ഭാര്യയായാൽ എത്ര പേരുടെ ജീവിതമാണ് പഴയ പോലെ തന്നെ തുടരാൻ പോകുന്നതെന്നറിയോ? അതല്ല, നിനക്ക് സാമർത്ഥ്യം കാണിച്ച് മറ്റെന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ആ ദരിദ്രവാസി ചെക്കനെയും അവൻ്റെ തന്തയും തള്ളയൊക്കെ മറന്ന് കളഞ്ഞേക്കണം. ആ ചേരി മുഴുവനും ഒരു രാത്രി കൊണ്ട് കത്തിയമരും. അതിൻ്റെ എല്ലാം മൂല കാരണം നീയും. എന്തിനാണ് വെറുതെ കിടക്കുന്ന കുറേ ആൾക്കാരുടെ ജീവൻ നീ മൂലം നഷ്ടമാകുന്നത്? മാനസിയുടെ വായിൽ നിന്നും വീണ വാക്കുകൾ അത് കേട്ട് തറഞ്ഞു നിൽക്കുവാണ് ജാനി. ഇനിയൊന്നും താങ്ങാൻ കഴിയാത്തതുപോലെ അവൾ ചെവി രണ്ടും പൊട്ടി. മാനസി ബലം പ്രയോഗിച്ച് അവളുടെ കൈത്തലങ്ങൾ ചെവിയിൽ നിന്ന് അടർത്തി മാറ്റി. നീ എന്തിനാ ചെവി പൊത്തിപ്പിടിച്ചത്? പറയാനുള്ളത് പറഞ്ഞിട്ടേ ഈ മാനസി ഇവിടുന്ന് പോകൂ. ഇന്നേക്ക് കൃത്യം 15-ാം നാൾ നീയും വൈഭവുമായിട്ടുള്ള വിവാഹം നടന്നിരിക്കും. അതിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല, 2 ആഴ്ചയ്ക്ക് ശേഷം ഇനി വൈഭവിൻ്റെ താലിയും അണിഞ്ഞ് നീ പുറം ലോകം കാണും. മുരളും പോലെ ജാൻവിയോട് പറഞ്ഞു. ശേഷം അവളുടെ റൂമിൻ്റെ വാതിലടച്ച് പുറത്തുനിന്നും പൂട്ടിക്കൊണ്ട് മാനസിയും ജയനും താഴേക്ക് പോയി. തളർച്ചയോടെ നിലത്തേക്കിരിഞ്ഞു ജാനി. തുടരും. പാവം ജാൻവിയല്ലേ, അവളെ ജഗൻ രക്ഷിക്കുവോ? നമുക്ക് കാണാം.